ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നലെ രാത്രി ഐതുവിനോട് ഞാൻ പറഞ്ഞു നാളെ സ്കൂൾ വിട്ട് വരുമ്പം എനിക്കൊരു സർപ്രൈസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നീച്ചോ സ്കൂളിൽ പോകാൻ നേരത്ത് ഉമ്മിനോട് പോയി പറഞ്ഞിന് എന്തേ ഇക്കാരപ്പോൾ ആ സർപ്രൈസ്, പുതിയ ബൈക്ക് വാങ്ങി തരുവാണോ, പഴയ ബൈക്ക് മാറ്റിയിട്ട്, അതോ എന്താ സംഭവം ഒരു പിടുത്തമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളവൻ്റെ എന്താ പറയുക, ഇന്ന് റിപ്പയറിങ് ഡേ ആണ്. ഇന്ന് അവൻ്റെ സൈക്കിളും 2 സൈക്കിളുണ്ട് അവന്, ഒന്ന് ഗിയറുള്ളതും ഒന്ന് ഗിയറില്ലാത്തതും 2 സൈക്കിളും കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഈ ബൈക്ക് ഇതാക്കണേ, ഇത് സ്റ്റാർട്ട് ആവണില്ല. അപ്പം അതും റെഡി ആക്കണം. അപ്പോൾ ഞാൻ ഓട്ടോ വരാൻ പറഞ്ഞാണ്. അപ്പോൾ ഓട്ടോയിൽ കയറ്റി നമ്മൾ സൈക്കിൾ നന്നാക്കാൻ കൊണ്ടുപോകും. വരുമ്പം അത് കാണണം ഇവിടെ. എന്താവും നന്നാക്കി കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും വാങ്ങിയാണ്ട് ഇതാണ് ഇന്നത്തെ സർപ്രൈസ് പറഞ്ഞാണ്ട് കൊടുക്കേണ്ടി വരും. എന്തായാലും കണ്ടുവെക്കുക. ഇതുണ്ടോ സൈക്കിളൊക്കെ കുറേ ദിവസമായി കംപ്ലൈൻറ്റ് ആയിട്ട്. അപ്പം ബാക്കിലുണ്ടോ, ഇവിടെ ബാക്കിൽ കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇവിടെ. അതാക്കണേ ഒരു സൈക്കിൾ ഇതാക്കണേ ഇവിടെ കിടക്കണേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ കണ്ടോ, പൊട്ടി തൂങ്ങിക്കണേ. ഇതൊക്കെ ഇനി കൊണ്ടുപോയി ഇതാക്കണം. മെയിൻ പ്രശ്നം ചെങ്ങലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നിന്നോ, അത് സ്റ്റാൻഡ് ഇതായതാ. അയ്യോ, ഇത് കണ്ടോ, ഇവിടെ എന്തോ പറ്റിയതാ. ഇതെന്തോ ആയിക്കണം. ഞാൻ ഒറ്റക്കുള്ളൂ കണ്ടോ, എൻ്റെ കഷ്ടപ്പാട് കണ്ടോ. ബാക്ക് ടയർ പൊന്തിച്ച് പിടിച്ച് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് കൊണ്ടുപോകണം. അല്ല അവസ്ഥ. ഒരു സൈക്കിൾ അവിടെ വെക്കട്ടെ, മറ്റേ സൈക്കിളോ അതിൻ്റെ പോർച്ചിൽ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ. അപ്പോൾ ഞാനെടുത്ത് ഇവിടെ കണ്ടോ സൈഡാക്കി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ചെയിനിൻ്റെ എന്തോ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതും കൂടി നമ്മളെന്ത് ചെയ്യുക, ആ സൈക്കിളിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുക. ഓട്ടോപ്പോൾ വരും, നേരെ ഓട്ടോയിൽ കയറ്റുക. ഇത് അവിടെ കൊണ്ടുപോയി നന്നാക്കി വന്നിട്ട് എൻ്റെ ബൈക്ക് കൊണ്ട് അവിടെ അതിവിടെ നമ്മളപ്പുറത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും വേണം. അങ്ങനെ എന്തായി ഇതുണ്ടോ, 2 സൈക്കിൾ ഇവിടെ റെഡിയാണ്. നേരെ നമ്മൾ ഓട്ടോ വന്നാൽ ഇക്കടെ കയറ്റും. ഓട്ടോറിക്ഷ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഇനി കൊണ്ടുപോവാം. ആളവിടെ വെയിറ്റിംഗ് ആണ്. ഗേറ്റ് തുറന്ന് കൊടുക്കാം. ഒന്ന് തുറന്നാൽ മതിയോ, ഇതിലെ പോരോ? അപ്പോൾ ഗൈസ് നമ്മൾ ഓട്ടോറിക്ഷ എത്തി. ഇനി നേരെ വണ്ടിക്ക് സാധനം കയറ്റുക, പോയി വെക്കാം. അപ്പോൾ സൈക്കിൾ ഇതാക്കണേ, വണ്ടി കയറ്റിട്ടോ, രണ്ടും കയറ്റി സാധനം പോവാണ്. ഗൈസ് നമ്മൾ ചെറുതായിട്ട് പ്ലാനൊന്ന് മാറ്റിയിട്ടോ. കാരണം എന്താ പറയുക, ഓട്ടോ പോയി, ഞാൻ പോയില്ല. കാരണം ഓട്ടോക്കാരൻ പറഞ്ഞു ചിലപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നന്നാക്കി കിട്ടൂല. അപ്പോൾ എനിക്കാണെങ്കിൽ വൈകുന്നേരം ഇത് വന്നിട്ട് വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഓനെയും കൊണ്ടാണ്ട് പോകാമെന്ന് വിചാരിച്ച്. അതല്ല നല്ലത്. അവിടുന്ന് നമ്പർ വാങ്ങിയാൽ അവിടുത്തെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കുക. ഇത് കണ്ടോ നിങ്ങൾ, തൽക്കാലം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ബൈക്ക് നന്നാക്കാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതും കൊണ്ട് ഞാൻ പോവാണ്. എന്താ ഇവിടെ നമ്മളെ തൊട്ടടുത്ത് തന്നെ വണ്ടി നന്നാക്കണ, ബൈക്ക് നന്നാക്കണ ഒരു വർക്ക്ഷോപ്പുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അങ്ങനെ സാധനം എന്താക്കണ വർക്ക്ഷോപ്പിലെത്തി. ഇനി നന്നായി കിട്ടുക എപ്പോഴാണാവും നോക്കാം അല്ലേ. എവിടെയാ ഇത് പറ്റ പിടുത്തം മുട്ടണം കേട്ടോ. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ഇറങ്ങുന്ന മാതിരി ഉണ്ടോ. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇതുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഉറ്റുന്നുണ്ടല്ലേ, മൊത്തം അയച്ച് എന്താവും നോക്കട്ടെ. കട്ട വെയിറ്റിംഗ് ആണ്. ഇതാണ് ഞാനാക്കി എൻ്റെ പുലിക്കുട്ടി പൾസർ. ഇതും കുറേ കാലങ്ങളായിട്ട് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതും ഇവിടെ വർക്ക്ഷോപ്പിൽ എത്തിച്ചിന്. എന്താ യാതൊരു അവിടെ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണേ, ഇതും നന്നാക്കുക. ഇന്ന് ഫുൾ റിപ്പയറിങ് ഡേ ആണ്. ഇത് മൊത്തം അയച്ച് എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് വരുന്നതിൻ്റെ മുന്നേ റെഡിയാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അട്ടപ്പട്ടല മൂഞ്ചിന്. ചേടാ സംഭവം പൊളിഞ്ഞല്ലോ. ഇതിങ്ങനെ ഇതൊക്കെ കോട്ടൊക്കെ ഇട്ടപ്പോൾ ചേട്ടാവില്ല, റെഡിയായില്ല. എന്ത് ചെയ്യും?
പോട്ടെ മഴയൊന്നുമില്ലല്ലോ. തള്ളിക്കോ പോട്ടെ. സംഭവത്തിൽ റെഡി ആയില്ല കേട്ടോ വണ്ടി. എൻ്റെ പ്ലഗ് മാറ്റുന്നുണ്ട്. പ്ലഗ് ഇവിടെ അല്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് വേണം. ബാഗും കോട്ടൊക്കെ ഇതാക്കണം ഇന്ത്യയിൽ തന്ന് അവന്. പോട്ടെ അങ്ങനെ ഇതാക്കണം. വീട്ടിലെത്തി അല്ലേ? ഞാൻ ഇതിനെ പ്രാങ്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. ഒക്കെ പൊളിഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിലെത്തി. ഇതാക്കണ വീട്ടിലെത്തി. ഇനി ഇതാക്കണ വീഡിയോ എടുക്കലും കഴിഞ്ഞ് ഇത് ഇതാക്കണ ചായ കുടിക്കാൻ നിൽക്കുക അല്ലേ? പന്തും കൊണ്ടാ ചായ കുടിക്കണേ? പിന്നെ അപ്പോൾ എന്താ പറയുക, വണ്ടി റെഡി ആയിട്ട് ഒരു വിളിക്കും. ഏത് സൈക്കിൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, സൈക്കിൾ റെഡി ആയിട്ട് സൈക്കിൾ പോയി കൊണ്ടുവരും അല്ലേ? സൈക്കിളൊക്കെ കള്ളം കൊണ്ടുപോയി. സൈക്കിൾ കൊണ്ടുപോയത് അവനോട് പറഞ്ഞില്ലേ ഇനി ഒക്കെയാണ് അവൻ്റെ മുഖം. അപ്പോൾ എന്താ പറയുക, സൈക്കിൾ ഇനി നന്നാക്കിയിട്ട് ഒരു വിളിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സൈക്കിൾ പോയിട്ട് എടുത്തു കൊണ്ടുവരും അല്ലേ? ഒക്കെ മാറ്റും. എല്ലാ സാധനവും മാറ്റാൻ വേണ്ടി രണ്ട് സൈക്കിളും കൊണ്ടുപോയി ഇതറിഞ്ഞോ? എൻ്റെ 2 സൈക്കിളും ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി. ഈ വ്ളോഗ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഈ വ്ളോഗിലുണ്ടല്ലോ. അപ്പോൾ ഞാനവനെ പ്രാങ്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ പാളി. ഓൻ ബസ്സിൽ നിന്ന് നമ്മളവിടുന്ന് വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോൾ കണ്ട് ഇറങ്ങി വന്ന്. അപ്പം അത് പാളി. എങ്ങനെ മനസ്സിലായി? ഞാൻ തന്നെ കണ്ടപ്പോൾ ഉള്ളിലേക്ക് മാറി നീ. പക്ഷെ അത് പൊളിഞ്ഞു. അപ്പൊ കഴിഞ്ഞില്ലേ? ഇനി അപ്പോൾ സംഭവം പൊളിഞ്ഞ്. അപ്പോൾ ഇതിന് നല്ല അടിപൊളി ഒരു പ്രാങ്ക് നമ്മൾ കൊടുക്കും. അപ്പം എന്തായാലും ക്യാമറ ആയിക്കോട്ടെ, നോക്കണ്ട. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും